കുരിശിലെ സ്നാനം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത. അതിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. യെരുശലേമിലേക്കുള്ള വഴിയിൽ യേശു കർത്താവ് വരുവാനിരിക്കുന്ന ക്രൂശീകരണത്തിൻ്റെയും കഷ്ടാനുഭവത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് മുൻകൂട്ടി പറയുന്ന ഭാഗമാണ് ഈ ഭാഗം. ഈ സന്ദർഭത്തിൽ സെബദി മക്കളായ യാക്കോബും യോഹന്നാനും ഒരു അഭ്യർത്ഥനയുമായി യേശുവിൻ്റെ അടുക്കൽ എത്തുന്നു. തൻ്റെ മഹത്വത്തിൽ ഇടത്തും വലത്തും ഇരിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച അവരോട് യേശു മറുപടിയായി പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുമോ? ഇന്ന് അധികാരത്തിൻ്റെയും പദവിയുടെയും അംഗീകാരത്തിൻ്റെയും പിന്നാലെ ലോകം സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥ ശിഷ്യത്വം യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക പിന്തുടരലാണ്. കഷ്ടവും ത്യാഗവും മനസ്സോടെ യേശു സ്വീകരിച്ചതുപോലെ നാമും കുരിശിൻ്റെ ചുവടുകളെ പിന്തുടരേണ്ടതാണ്. അനുതാപത്തിൻ്റെയും ആത്മപരിശോധനയുടെയും നാളുകളെ കുരിശിൻ്റെ സ്നാനത്തിലൂടെ ഏറ്റെടുക്കുവാൻ നമുക്കാകണം. റോമർ 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നത് പോലെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനത്തിലൂടെ നാം വെള്ളത്തിൽ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ത്യാഗത്തിലും മുഴുകി പാപം ഇല്ലാതാകുകയും പുതിയ ജീവിതത്തിലേക്കുള്ള പുനരുത്ഥാനവും സാധ്യമാക്കുന്നു. അങ്ങനെ ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ നമ്മേവരെയും സർവശക്തൻ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.